വി കെ സനോജുമുണ്ട്. സനോജ്, ഞങ്ങൾ ഇത് പറയുമ്പോൾ നമ്മളൊരു തമാശയൊന്നുമല്ല പറഞ്ഞത്. കാരണം നമ്മുടെ DYFIയുടെ പത്തനംതിട്ട സെക്രട്ടറി നിസാമൊക്കെ മീൻ കച്ചവടം ആരംഭിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. അതൊരു സംഭവമാണ്. അതായത് നിങ്ങൾ പ്രഖ്യാപിച്ച് 25 വീട് പണിയാൻ വേണ്ടി നിശ്ചയദാർഢ്യത്തിലൂടെ നിസാം മീൻ കച്ചവടം നടത്തുന്നു, മറ്റുള്ളവർക്ക് സ്ക്രാപ്പ് എടുക്കുന്നു. ആ പ്രവർത്തനം ഒരു വശത്ത് സജീവമായി മുമ്പോട്ട് പോവുകയാണല്ലേ? തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ഇവിടെയൊക്കെ നിൽക്കുന്ന സ്ഥലം തന്നെ ഒരുപാട് വീടൊക്കെയുള്ള സ്ഥലമായിരുന്നു. അപ്പോൾ ഇവിടെയെല്ലാം പുനരധിവാസം വലിയ ദൗത്യമാണ്. അപ്പോൾ ആ ദൗത്യത്തിൽ DYFI കൂടി പങ്കുചേരും എന്നാണ് നേരത്തെ പ്രഖ്യാപിച്ചത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് 25 വീടുകൾ നിർമ്മിച്ചു കൊടുക്കാനാവശ്യമായിട്ടുള്ള സാമ്പത്തിക സമാഹരണം വിവിധ വഴികളിൽ കൂടി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വലിയ ആവേശകരമായ പ്രതികരണമാണ് താഴെ നിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വിവിധ ആളുകൾ അവരെ കൊണ്ടാവുന്ന വിധത്തിലുള്ള പല വിധത്തിലുള്ള പ്രവർത്തനങ്ങളിലും ഞങ്ങളുടെ ഭാഗമാവുകയാണ്. നിങ്ങളിപ്പോൾ പറഞ്ഞ പോലെ മീൻ കച്ചവടം നടത്തുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ണൂർ സിറ്റിയിലെ സഖാക്കൾ അവർ റോഡ് സൈഡിൽ ഇങ്ങനെ സഖാക്കൾ വന്ന് നിന്ന് വാഹനം കഴുകി കൊടുക്കുകയാണ്. പിന്നെ വാഹനം കഴുകി കൊടുത്ത് കിട്ടുന്ന കാശ് ഈ വീട് നിർമ്മാണത്തിന് ആവശ്യമായ ഫണ്ടായിട്ട് വാങ്ങിയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ റിസർച്ച് ചെയ്യുന്ന വിദ്യാർത്ഥികൾ, അപ്പം യുവ കഥാകൃത്തായിട്ടുള്ള അമലിൻ്റെ JRF ഫെലോഷിപ്പ് പൂർണ്ണമായിട്ടും ഈ ഫണ്ടിലേക്ക് തരുന്ന നിലയുണ്ടായി. ആളുകൾ ശമ്പളമായിട്ട് കിട്ടുന്ന തുക അങ്ങനെ ഇങ്ങോട്ട് കൈമാറുന്നു, മോതിരം കൊടുക്കുന്നു. പിറന്നാളിന് വേണ്ടി മാറ്റിവെച്ച കേക്ക് വാങ്ങാൻ വേണ്ടി മാറ്റിവെച്ച പണം ഉൾപ്പെടെ ഈ പ്രവർത്തനത്തിനുമായി സഹകരിക്കാൻ വേണ്ടി അവർ കൊടുക്കുകയാണ്. അപ്പോൾ ആവേശകരമായിട്ടുള്ള പ്രതികരണമാണ് പൊതുവിൽ എല്ലായിടത്തും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ മൂവാറ്റുപുഴയിലെ ഞങ്ങൾ സഖാക്കൾ മരം ചുമക്കുകയാണ്. വലിയ തടി ചുമന്നിട്ടാണ് അതിന് കിട്ടുന്ന കൂലി ഇതിനകത്ത് കൊടുക്കുകയാണ്. കോറയിൽ പണിയെടുക്കുകയാണ്, ചെങ്കൽ കോറയിൽ പോയി പണിയെടുക്കുകയാണ്. ഇങ്ങനെ അധ്വാനം, പിന്നെ പ്ലാസ്റ്റിക് പെറുക്കി വിൽപ്പന, മറ്റാക്രി സാധനങ്ങൾ എടുക്കുക, പഴയ വാഹനങ്ങൾ, ഇങ്ങനെ കേരളം ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പുതിയ രൂപത്തിലുള്ള പല പരിപാടികളും ആവിഷ്കരിച്ച് അതിൽ കൂടി പണം കണ്ടെത്തുകയാണ്. ഇപ്പോൾ കാഞ്ഞങ്ങാട് ഒരു ചായക്കട തുറന്നു. ആ ചായക്കടയിൽ ചായ കൊടുക്കാൻ വേണ്ടി ഞങ്ങളെ സഹായിക്കാനുണ്ടായത് പ്രശസ്ത സിനിമാ നടന്മാരായിട്ടുള്ള ഉണ്ണിരാജിയും അതുപോലെ തന്നെ കുഞ്ഞികൃഷ്ണനായിട്ടുമാണ്. ഇപ്പോൾ 2 പ്രധാനപ്പെട്ട സിനിമാ നടന്മാരാണ്. അപ്പോൾ ആ സിനിമാ നടന്മാർ വന്ന് അവർ സാധാരണ വേഷത്തിൽ നിന്ന് ആളുകൾക്ക് ചായ കൊടുക്കുകയാണ്. അപ്പോൾ അത് ഇന്നും തുടരുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള വളരെ വൈവിധ്യമാർന്ന പരിപാടികളാണ് ഞങ്ങൾ പണം സമാഹരണത്തിന് വേണ്ടി. അന്ന് മിനിമം 25 എന്നാണ്. ഒരുപക്ഷെ പ്രവർത്തനം മുമ്പോട്ട് വാങ്ങി സംഖ്യ വേണമെങ്കിൽ ഉയർത്താം. തീർച്ചയായിട്ടും 25 ഒരുപാട് കൂടും. അതിൻ്റെ എണ്ണത്തെക്കുറിച്ച് ഞാനിപ്പോൾ പറയുന്നില്ല. നമ്മൾ 25 പറഞ്ഞിട്ടുണ്ട്. 25 പറഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ ഇരട്ടിയിൽ കൂടുതൽ കിട്ടും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഞങ്ങളിപ്പോൾ മുന്നോട്ട് പോകുന്നത്.